നമസ്കാരം. ശ്രീ പിണറായി വിജയനും വേണമെങ്കിൽ മൂന്നാമതും മുഖ്യമന്ത്രിയാകാമായിരുന്നു. സ്റ്റേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലെ നമ്മുടെ പോളിംഗ് പൂർത്തിയായെങ്കിൽ ഇന്ന് മറ്റൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആറാമതും പ്രസിഡന്റ് ആകാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നമുക്ക് പേരുകൊണ്ടെങ്കിലും സുപരിചിതമായ ജിബൂട്ടിയാണ് സ്ഥലം. ആസ് ജിബൂട്ടിയൻസ് ഗോ ടു ദ പോൾസ് ഓൺ ഫ്രൈഡേ ഇന്ന് വിത്ത് ഇസ്മായിൽ ഒമാർ ഗുല, ഇങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, സേഫ്ലി എക്സ്പെക്റ്റഡ് ടു വിൻ ഹിസ് 6th ടേം. ആറാമത്തെ തവണയും അവിടുത്തെ പ്രസിഡന്റ് ആകാൻ ഒരാൾ മത്സരിക്കുകയാണ്, ഇസ്മായിൽ ഒമാർ എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. അപ്പൊ എങ്ങനെയാണ് 5 പ്രാവശ്യം ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുക? അത്രയധികം ജനപ്രിയത, അത്രയധികം സ്വീകാര്യത ജനങ്ങൾക്കുണ്ടാകുന്നു. അവരുടെ നയങ്ങളിലൂടെ, അവരുടെ പോളിസികളിലൂടെ, അവരുടെ നടപടികളിലൂടെ ഒക്കെ ഒരാൾക്ക് ആറാമത്തെ തവണയും പ്രസിഡന്റ് ആകാൻ കഴിയുമെങ്കിൽ ഇവിടെ ശ്രീ പിണറായി വിജയന് മൂന്നാമത്തെ തവണ മുഖ്യമന്ത്രിയാകാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു കാലത്തും ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം ഒരുപാട് തിക്താനുഭവങ്ങളാണ് ഈ നാട്ടുകാർക്ക് സമ്മാനിച്ചത്. തലസ്ഥാനവാസികൾക്ക് എത്ര പ്രൊജക്ടുകളാണ് നിഷേധിച്ചത്. മെട്രോ എന്ന് പറയുന്ന അദ്ദേഹം അധികാരത്തിൽ കയറി അന്നു മുതൽ മെട്രോ തുടങ്ങാമായിരുന്നു, റിംഗ് റോഡ് ആരംഭിക്കാമായിരുന്നു, റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാമായിരുന്നു, റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കാമായിരുന്നു. ഒന്നും ചെയ്യാതെ 10 വർഷം പാഴാക്കി എന്ന് തന്നെ സ്റ്റേലിംഗ് കമന്ററി വിലയിരുത്തുന്ന കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്നയാളായിരിക്കും ശ്രീ പിണറായി വിജയൻ. ഇവിടെ എങ്ങനെയാണ് ഈ ആറാമത്തെ തവണ ജിബൂട്ടിയിൽ ശ്രീ ഇസ്മായിൽ ഒമർ എന്തുകൊണ്ട് പ്രസിഡന്റ് ആകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ജിബൂട്ടി ഈസ് എ കൺട്രി ഓഫ് ഫ്യൂവർ ദാൻ എ മില്യൺ പീപ്പിൾ. 10 ലക്ഷം ആളുകളെ ഉള്ളു അവിടെ. അപ്പൊ എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ. ജിബൂട്ടി ഈസ് എ കൺട്രി ഓഫ് ഫ്യൂവർ ദാൻ എ മില്യൺ പീപ്പിൾ വിത്ത് നോ സിഗ്നിഫിക്കന്റ് നാച്ചുറൽ റിസോഴ്സസ്. ഒന്നുമില്ല. സിംഗപ്പൂർ പോലെയോ ദുബായ് പോലെയോ ഇരിക്കാവുന്ന നാച്ചുറൽ റിസോഴ്സസ് ഒന്നുമില്ലാത്ത അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 23,200 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏകദേശം തിരുവനന്തപുരം മുതൽ ഒരു തൃശ്ശൂർ വരെ എന്ന് പറയാം. തീരം തന്നെ 370 കിലോമീറ്റർ ആണ്. നമുക്ക് 595 ഉണ്ടെങ്കിൽ അവർക്ക് 370 കിലോമീറ്റർ കടൽ തീരമാണുള്ളത്. കേരളത്തിന് 38,863 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇത് 23,200. ഏകദേശം കേരളത്തിന്റെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ ഒരല്പം കൂടുതലൊക്കെയാണ്. അങ്ങനെയുള്ള രാജ്യത്ത് അവർക്ക് ഒരു റിസോഴ്സും ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു റിസോഴ്സിനെ അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു മനോഹരമായ പാഠം. അവർ ജിയോഗ്രഫി ഈസ് അവർ ഓയിൽ. ഒന്നുകൂടെ വായിക്കണോ? അവർ ജിയോഗ്രഫി ഈസ് അവർ ഓയിൽ. ഞങ്ങളുടെ ഭൂപ്രദേശമാണ് ഞങ്ങളുടെ ഓയിൽ, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഭൂപ്രദേശമാണ്. പിന്നെ അവർ പറയുന്നുണ്ട്, ജിയോഗ്രഫി ഈസ് അവർ മെയിൻ നാഷണൽ റിസോഴ്സ്. അവരുടെ ഭൂപ്രദേശമാണ് അവരുടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭൂപ്രദേശത്തെ കുറിച്ച് അവർ പറയുന്നതാണ്. അവർ ജിയോഗ്രഫി ഈസ് അവർ മെയിൻ നാഷണൽ റിസോഴ്സ് ലൈക്ക് ഓയിൽ ഫോർ ഗൾഫ് സ്റ്റേറ്റ്സ്. അറബി നാടുകൾക്ക് ഓയിൽ പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജിയോഗ്രഫി. എന്താണ് ഈ ജിയോഗ്രഫിയുടെ പ്രത്യേകത? ഞാൻ എന്റെ 10ാം ക്ലാസ്സോടുകൂടി ജിയോഗ്രഫി പഠനം അവസാനിപ്പിച്ചയാളാണ്. പിന്നെ ജിയോഗ്രഫി ഇപ്പോഴാണ് പഠിക്കുന്നത്. ഈ വയസ്സുകാലത്താണ് ഈ ജിയോഗ്രഫിയൊക്കെ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ ജിയോഗ്രഫി എന്താണ്? ബാബേൽ മണ്ഡം, ദ ഗേറ്റ് ഓഫ് ടിയേഴ്സ്, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ബാബേൽ മണ്ഡം അറിയാമല്ലോ, നമ്മുടെ റെഡ് സീയിലോട്ട് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ഐലൻഡാണ്, ചെറിയൊരു ഐലൻഡാണ് ബാബേൽ മണ്ഡം. ബാബേൽ മണ്ഡം ദ ഗേറ്റ് ഓഫ് ടിയേഴ്സ്. എന്തുകൊണ്ടാണ് അതിനെ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്? കണ്ണീരിന്റെ കവാടം. ദ നെയിം ഗേറ്റ് ഓഫ് ടിയേഴ്സ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് originated from the dangers and difficulties faced by sailors navigating the strait due to its നാരോ ആൻഡ് ഷാലോ വാട്ടേഴ്സ്, ഇടുങ്ങിയതും
ആഴം കുറഞ്ഞതുമായ ജലപാത, സ്ട്രോങ് ടൈഡൽ കറൻസ്, ശക്തമായ ഒഴുക്ക്, ഹൈ വിൻഡ് ആൻഡ് സ്റ്റോംസ്, ഭീകരമായ കാറ്റടിക്കുന്ന പ്രദേശം. അപ്പൊ എല്ലാം കൊണ്ടും ഒരു അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ ബാബേൽ മണ്ഡപം. അതുകൊണ്ടാണ് കണ്ണീരിന്റെ കവാടം എന്നതിന് പേര്, നാവികർ കൊടുത്ത പേരാണ്. ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കടൽ എന്താണ്? ശാന്തസമുദ്രം. 30 കൊല്ലം ഞാൻ ഉപയോഗിച്ച വാക്ക് ശാന്തസമുദ്രമാണ് നമ്മുടെ കടൽ. എക്സെപ്റ്റ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തിലെ ചില ദിവസങ്ങൾ ഒഴിച്ച് തികച്ചും ശാന്തമാണ് നമ്മുടെ കടൽ. അപ്പോൾ ഈ ബാബേൽ മണ്ഡപം എന്ന് പറയുന്ന ആ പ്രദേശത്ത് ദ ഗേറ്റ് ഓഫ് ടിയേഴ്സ് ഇസ് എ നാരോ കോറിഡോർ ബാർലി 30 കിലോമീറ്റേഴ്സ് വൈഡ്. 30 കിലോമീറ്റർ. നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് 34 കിലോമീറ്റർ ആണ്. അതുപോലെ 30 കിലോമീറ്റർ മാത്രം ഇതിലൂടെ കടന്നാണ് റെഡ് സീ കടന്നാണ് സുയസ് കനാൽ. അപ്പൊ 30 കിലോമീറ്റർ വൈഡ് അറ്റ് ഇറ്റ്സ് ടൈറ്റസ്റ്റ് പോയിന്റ്, ഏറ്റവും ചെറിയ പ്രദേശത്താണ് 30 കിലോമീറ്റർ, ത്രൂ വിച്ച് റഫ്ലി 12% ഓഫ് ഗ്ലോബൽ മാരിടൈം ട്രേഡ് പാസസ് എവറി ഡേ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹോർമോസിൽ 20% എണ്ണ, ലോകത്തിന്റെ 20% എണ്ണ കടന്നു പോകുന്നത് അവിടെയാണെങ്കിൽ ഇവിടെ ലോക വ്യാപാരത്തിന്റെ എല്ലാ വ്യാപാരത്തിന്റെയും 12% ദിവസേന കടന്നു പോകുന്നതാണ് ഈ ബാബേൽ മണ്ഡപം എന്ന് പറയുന്ന 30 കിലോമീറ്റർ വരാവുന്ന സ്ട്രെയിറ്റ്. അവിടെയാണ് ഈ ജിബൂട്ടി എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം. എങ്ങനെയാണ് ആ പ്രദേശം? അവർക്ക് ഒരു റിസോഴ്സും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അവർ ചെയ്യുന്നത്? ആ ഭൂപ്രദേശം വെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? 1/5 of Japan's vehicle exports and roughly 1,800 Japan-linked commercial vessels traverse the Babel Mandap annually. ജപ്പാന്റെ മാത്രം കണക്കാണ്. ജപ്പാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന 1/5 വാഹനങ്ങൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ 1800 കപ്പലുകൾ, ജപ്പാന്റെ മാത്രം. അപ്പോൾ എന്താണ്? ജപ്പാന് ഈ പറയുന്ന പ്രദേശത്ത് ഒരു താല്പര്യമുണ്ട്. അവരുടെ സുരക്ഷിതത്വം, അവരുടെ കപ്പലുകൾക്ക്, അവരുടെ ചരക്കിന്, അവരുടെ ഗതാഗതത്തിന് ഒരു സുരക്ഷിതത്വം നൽകാൻ ജപ്പാന് താല്പര്യമുണ്ട്. അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും താല്പര്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് പണം മുടക്കി ഈ രാജ്യങ്ങൾ അവിടെ ഒരു താവളം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ചൈനയുണ്ട്, ഇറ്റലി ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ജപ്പാനുണ്ട്. US was paying $65 million a year. $65 million കൊടുക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ ജിയോഗ്രഫിയാണ് ഞങ്ങളുടെ ഓയിൽ എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. US was paying $65 million a year, France $30 million per year, China $20 million per year, Italy and Japan just over $3 million per year. എന്തിനാണ്? വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അവിടെ ഒരു സ്ഥാനം ആവശ്യമാണ്. അപ്പൊ അവിടെ കുറെ സ്ഥലം വീതിച്ച് നൽകിക്കൊണ്ട് എല്ലാവരുടെയും ചുങ്കം കൈപ്പറ്റിയാണ് ജിബൂട്ടി എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം അവരുടെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രേറ്റിലോട്ട് വരാം. നമ്മള് ഹൂതികളുടെ ബാബേൽ മണ്ഡപത്തിലുള്ള സ്ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഹോർമോസ് സ്ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. മലാക്ക സ്ട്രേറ്റ് ഉണ്ട്. ഇതുപോലെ പല സ്ട്രേറ്റുകൾ പോലെ ഇനി നമ്മളും ഒരു സ്ട്രേറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. ട്രിവാൻഡ്രത്തിനും മിനിക്കോയ് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത് ലക്ഷദ്വീപ് ഐലൻഡില് ട്രിവാൻഡ്രത്തിന്റെ നേരെ പടിഞ്ഞാറായിട്ടുള്ള ഒരു ഐലൻഡ് പ്രധാനമന്ത്രി മിനിക്കോയ് സന്ദർശിച്ചിരുന്നു. ഏകദേശം 4 സ്ക്വയർ കിലോമീറ്ററോളം വരാവുന്ന അല്ലെങ്കിൽ 4 കിലോമീറ്റർ ദൈർഘ്യം വരാവുന്ന ഒരു കുഞ്ഞു ദ്വീപാണ്. ആ ദ്വീപിനും ട്രിവാൻഡ്രത്തിനും ഇടയിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ ട്രാഫിക്, ചിത്രം കണ്ടറിയാം, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു ശാന്ത സമുദ്രമാണ് നമ്മുടെ സ്ട്രേറ്റ്. ട്രിവാൻഡ്രം സ്ട്രേറ്റ് എന്ന് നമുക്ക് ഇനി മുതൽ പേര് ചൊല്ലി വിളിക്കാം. 100-200 കപ്പലുകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇത്രയും കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, സെക്യൂരിറ്റി, ഫ്യൂവൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നൽകിയാൽ ഒന്നാം തരം. അതാണ് ശ്രീ പിണറായി വിജയന് വേണമെങ്കിൽ 6 പ്രാവശ്യം, 3 പ്രാവശ്യമല്ല 6 പ്രാവശ്യം വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമായിരുന്നു. ഇത്തരം നൂതന ആശയങ്ങൾ നടപ്പിലാക്കി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിയിരുന്നെങ്കിൽ, ഇവിടുന്ന് നാട് വിട്ട് ചെറുപ്പക്കാർ അന്യനാടുകളിലോട്ട് കുടിയേറാൻ ഇടവരാതിരുന്നെങ്കിൽ
ധൈര്യമായിട്ട് മറുനാടുകളിൽ പോയവർക്ക് ധൈര്യമായിട്ട് തിരിച്ചു വരാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു കാലത്തും ശ്രീ പിണറായി വിജയനെ മാറ്റാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നില്ല. മാറ്റുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. സൂചനകൾ അതാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് മൂന്നാമത്തെ തവണ എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ല എന്നുള്ളത്, അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അവഗണിച്ച് അഹങ്കാരികളായി മാറുന്ന ഭരണാധികാരികളുടെ നാടാണ് കേരളം. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 10-30 ഞാൻ വ്യക്തിപരമായി 10-30 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കൊട്ടാര സദൃശ്യമായ ജീവിതം, ഏറ്റവും അകമ്പടി സേവിച്ചുകൊണ്ട് പോലീസ് വലയത്തിൽ ജീവിക്കുന്ന ഭരണാധികാരികൾ. അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ പുറന്തള്ളുന്നത്. ഇവിടെ 6ാമത്തെ തവണയും ജിബൂട്ടിയിൽ പ്രസിഡന്റാകാൻ നിൽക്കുന്നയാൾ കേരളത്തിനൊരു പാഠമാകേണ്ടതാണ്. അവരുടെ ഇത്തിരിയില്ലാത്ത സ്ഥലം, സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്നുള്ള ഒരൊറ്റ കൗതുകകരമായ വാക്കിലൂടെയാണ് അവർ അവരുടെ ഭൂമിയെ ഒന്നാം തരം വരുമാന മാർഗമാക്കി മാറ്റുന്നതെങ്കിൽ അതിനേക്കാൾ വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ട്രിവാൻഡ്രം സ്ട്രെയിറ്റ്. കാരണം എന്താണ്? ഏത് യുദ്ധം വന്നാലും, ഏത് കാലാവസ്ഥയിലും, ഇനി റെഡ് സീ ഉണ്ടെങ്കിലും ഹോർമുസ് പാതയുണ്ടെങ്കിലും സൗത്ത് ആഫ്രിക്ക ചുറ്റിയുള്ള പാതയാണെങ്കിലും നമ്മുടെ മുമ്പിലൂടെയാണ് മെജോറിറ്റി കപ്പലുകൾ ലോകത്തിന്റെ വ്യാപാരം നടത്തുന്നത് എന്ന് മനസ്സിലാക്കി അത്തരം കപ്പലുകൾക്ക്, അത്തരം സെയിലേഴ്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ട്രിവാൻഡ്രം സ്ട്രെയിറ്റിനെ നമുക്ക് ഇനി മുതൽ ലോകത്ത് അവതരിപ്പിച്ചു തുടങ്ങാം.